ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. അമ്മയിൽ പൊട്ടിത്തെറി, അമ്മ ഭരണസമിതി പിരിച്ചുവിട്ടു, രാജിവെച്ചു. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹെഡ്ലൈൻസ്. അപ്പൊ അതില് ഇത് കുറച്ച് ദിവസമായി ഈ ഒരു വാർത്തകൾ. ഇപ്പൊ മറ്റേ ശ്വേതാ മേനോൻ രാജിവെച്ചു, അല്ലെങ്കിൽ അതിന് പിന്നാലെ ഭരണസമിതി ഒന്നാകെ രാജിവെച്ചു, പിന്നെ വേറെ ഏതോ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ചു. ഇതാണ് ഇപ്പൊ വാർത്തയിൽ മെയിനായിട്ട് കാണുന്ന ഒരു സംഭവം. അപ്പോൾ ഇതിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മയിലത്തെ ഈ പ്രശ്നങ്ങൾ, രാജിവെക്കലും പരസ്പരം തമ്മിൽ തല്ലും, ഇതൊക്കെ തുടങ്ങിയിട്ട് 10 വർഷത്തോളം ആയതുകൊണ്ട് എനിക്ക് ആ നടിയെ ആക്രമിച്ച കേസ് ഉണ്ടായിരുന്നില്ലേ, ആ സമയം തൊട്ട് ഈ അമ്മയിൽ രാജിക്കേട പലതര പ്രശ്നങ്ങൾ, തമ്മിൽ തല്ല്, അത് പുരുഷന്മാരായാലും സ്ത്രീകളായാലും അല്ലെങ്കിൽ ഏത് തരം ആക്ടേഴ്സ്, അത് ടോപ്പ് ടയർ ആക്ടേഴ്സ് ആയാലും അല്ലെങ്കിൽ സാധാരണ ആക്ടേഴ്സ് ആയാലും ഫുൾ പ്രശ്നങ്ങളാണ് നോക്കുമ്പോൾ. അപ്പോൾ വാർത്തക്കാർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ചാകരി, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണുമല്ലോ, ആക്ടേഴ്സ് ആണല്ലോ, നല്ല റേറ്റിംഗ് കിട്ടുമവർക്ക്. അപ്പൊ അന്ന് ആ ദിലീപിന്റെ ഇഷ്യൂസ് ഉണ്ടായപ്പോട്ട് പലതരം, ഇപ്പം അത് കഴിഞ്ഞ പിന്നെ പല ആക്ടേഴ്സിനെതിരെ അലിഗേഷൻസ് വന്നു, മോഹൻലാലിന് വരെ അലിഗേഷൻസ് ഉണ്ടായി. അപ്പൊ ഇങ്ങനെ പലതരം പ്രതിസന്ധികളിലൂടെയാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ, അതായത് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യണ ടൈമിൽ നമ്മുടെ ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ സ്ത്രീകളൊക്കെ പറഞ്ഞു, ഈ അമ്മയിലത്തെ ഭരണസമിതിയിൽ സ്ത്രീകൾ ഇതിന്റെ തലപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കുറയും അല്ലെങ്കിൽ ഇല്ലാതാവും എന്നൊക്കെ അന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കുറെ നാളത്തെ പ്രശ്നങ്ങൾക്ക് ശേഷം ശ്വേതാ മേനോൻ അടക്കം സ്ത്രീകൾ ഭരണത്തിൽ ടോപ്പിലേക്ക് വന്നത്. ശ്വേത മാത്രമല്ല, ഒരുപാട് സ്ത്രീകൾ ഈ ഭരണസമിതിയിൽ വന്ന് സ്ത്രീകളായി. പിന്നെ അമ്മ എന്ന സംഘടന പുരുഷന്മാർ മാറി സ്ത്രീകളായി ഭരിച്ചു തുടങ്ങി. അപ്പോൾ എല്ലാവരും വിചാരിച്ചു പ്രശ്നങ്ങളൊക്കെ മാറും. എനിക്കറിയാവുന്ന പ്രശ്നമൊന്നും മാറില്ല എന്ന്, അതിപ്പോ സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും അത്. അപ്പോ ഇതിലെനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇതിപ്പോ ആര് വന്നാലും, സ്ത്രീ ആയാലും പുരുഷനായാലും പ്രശ്നങ്ങൾ മാറണമെങ്കിൽ ഇതൊന്നല്ല ഇതിന്റെ മെയിൻ കാര്യം. ഇതിന്റെ റൂട്ട് കോസസ് ഒന്നും ഈ പുരുഷ സ്ത്രീ വ്യത്യാസമല്ല, അതൊന്നും അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മാറുന്ന കാര്യങ്ങളല്ല. പിന്നെ ഇതിൽ ആൾക്കാർ ഈ അലമ്പുണ്ടാക്കുന്ന വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പബ്ലിസിറ്റി കൂടി ഉണ്ട് ഇതിലിപ്പോ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ ലക്ഷ്മിപ്രിയ അല്ലെങ്കിൽ അൻസിബ, ഇവരൊന്നും ടോപ്പ് ടയർ ആക്ടേഴ്സ് അല്ല. ഇവർക്ക് ഇങ്ങനെ ഈ വാദങ്ങൾ, അതിലത്തെ മെറിറ്റ് വേറെ, ഈ വാദങ്ങൾ ഉന്നയിക്കുന്നത് ഇവർക്കൊരു പരിധി ഒരു പബ്ലിസിറ്റിയാണ്. പറഞ്ഞു മനസ്സിലായി. ഇപ്പോ ലക്ഷ്മിപ്രിയ എനിക്ക് തോന്നുന്ന ഇലക്ഷന് മത്സരിച്ചു, അല്ലെങ്കിൽ ഇപ്പോൾ അൻസിബൊന്നും അത്ര വലിയ ആക്ട്രസ് ഒന്നല്ല, വലിയ സിനിമകളൊന്നും ഇല്ല ആൾക്ക്. ദൃശ്യം കഴിഞ്ഞാൽ പിന്നെ സിനിമ ഉണ്ടോന്ന് എനിക്കറിയില്ല. അപ്പൊ ഇവർക്ക് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇവർക്ക് സീരിയലിലായാലും റിയാലിറ്റി ഷോസിലായാലും ഇതുപോലെയുള്ള ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി പലരും ഉപയോഗിക്കുന്നുണ്ടാവാം. ഇതെന്റെ ഒരു നിഗമനം മാത്രം. അപ്പോ ഇതിൽ ആര് വന്നാലും ഈ പ്രശ്നങ്ങൾക്ക് വലിയൊരു മാറ്റം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിപ്പോ ഇനിയിപ്പോ വേണമെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ ടൊവിനോ അല്ലെങ്കിൽ ഉണ്ണി മോഹൻ യുവനരേനെ ഭരണസമിതിയിൽ എടുത്താലും, അല്ലെങ്കിൽ ഇപ്പോൾ സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാലിനെ ഇത്രയ്ക്കും എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സിന് എടുത്താലും, അല്ലെങ്കിൽ ഇപ്പോൾ ജഗദീഷ് അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടേഴ്സിന് എടുത്താലും ഒന്നും ഇതിന്റെ പ്രശ്നങ്ങൾ മാറില്ല. അത് അവിടെ തന്നെ ഉണ്ടാവും പ്രശ്നങ്ങൾ. ആദ്യം കുറച്ചൊരു 2-3 മാസത്തേക്ക് ഓക്കെ ആയിട്ട് തോന്നും, പിന്നെയും പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ഈ പ്രശ്നങ്ങൾ, ഈ തമ്മിത്തല്ല്, അതായത് ഒരാള് വേറെ ആൾക്കെതിരെ അത് പറയാ ഇത് പറയാ, അലിഗേഷൻസ്, അത് ചിലതൊക്കെ വളരെ എക്സ്ട്രീം അലിഗേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇത് ഒരു റിയാലിറ്റി ഷോ ആയിട്ട് പ്രഖ്യാപിക്കുക അവര്. ഈ അമ്മ എന്നുള്ള സംഘടന ഒരു റിയാലിറ്റി ഷോ, ബിഗ് ബോസ് ഒക്കെ പോലത്തെ ഒരു റിയാലിറ്റി ഷോ ആയിട്ട് മാറ്റുക. നല്ല റേറ്റിംഗ് ആയിരിക്കും. ഇപ്പൊ ന്യൂസ് വെച്ച് കാണുന്നത് അത് തന്നെയാണ്. ഒരാൾ അങ്ങോട്ട് ഒരു കാലത്ത് ഒരാളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് അയാൾ തിരിച്ചു പറയാ, പിറ്റേ ദിവസം ഒരാൾ രാജിവെക്കുക. അതായത് ശരിക്കും റിയാലിറ്റി ഷോയ്ക്ക് പറ്റിയ എലമെന്റ്സ് ഉണ്ട്. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടന പിരിച്ചുവിടുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. ഒരു ഉപകാരമില്ല. ഇപ്പൊ ആരോ പറയണ്ടായി ഇതില് ആർക്കും പെൻഷൻ കൊടുക്കണ്ട, അല്ലെങ്കിൽ ഓൾഡ് ആയിട്ടുള്ള കുറച്ച് ആക്ടേഴ്സിന് ദക്ഷിണ കൊടുക്കുന്നുണ്ട്, അവർക്ക് ജീവിക്കാനുള്ളത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ. ഈ സിനിമ എന്ന് പറയുന്നത് ഒരു ഗവൺമെന്റ് ജോലിയല്ല. ആ ഒരു മെന്റാലിറ്റി ആൾക്കാർ കാണരുത്, പെൻഷൻ കൊടുക്കാനൊക്കെ. ഈ ശരിക്കും പറഞ്ഞ ആക്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു തരത്തിലെ ആക്ടേഴ്സ് ആവാൻ പറ്റും. പറഞ്ഞു മനസ്സിലായ എല്ലാവർക്കും. ഇപ്പോ കുറച്ച് പേര് എക്സെപ്ഷണലി ടാലന്റഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പൊ ടോപ്പ് ടയർ ആക്ടിങ് സ്കിൽ, ഇപ്പൊ മറ്റേ സൂര്യാജ് അല്ലെങ്കിൽ നമ്മുടെ ദിലീപ്, ഇങ്ങനെയൊക്കെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോ ജയറാം അല്ലെങ്കിൽ മോഹൻലാൽ, ഇങ്ങനത്തെ ചില ആൾക്കാർക്ക് സ്പെഷ്യൽ ഒരു എക്സ് ഫാക്ടർ ഉണ്ടാവും. പറഞ്ഞു മനസ്സിലായ. അല്ലാണ്ട് ഇത് എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റും. കുറച്ച് പേർക്ക് മാത്രം എക്സ് ഫാക്ടർ ഉണ്ടാവും. പിന്നെ കുറച്ച് പേർക്ക് ഫിസിക്കൽ ആട്രിബ്യൂട്ട്സ്, അതായത് കാണാൻ ഭംഗി അല്ലെങ്കിൽ ഹൈറ്റ്, കളറ്, അതിന് അവിടെ ഒരു കുഞ്ഞു ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. പക്ഷെ എല്ലാവർക്കും ആക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ സൗന്ദര്യത്തിന് നല്ല മെയിൻ ഒരു ഇമ്പോർട്ടൻസ് ആൾക്കാർക്ക് കൊടുക്കണം. അപ്പോ ഇതൊരു സംഘടന ഒന്നും ആവശ്യമില്ല ശരിക്കും. ഇപ്പൊ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ട്രസ് ഒരു സിനിമയിൽ അഭിനയിച്ചു എന്ന് വെച്ചിട്ട് അയാൾ ജീവിതകാലം മുഴുവൻ എല്ലാ സിനിമയിലും അഭിനയിക്കണം, ആള് സിനിമയ്ക്ക് മാത്രം ആണ് ജീവിതം മാറ്റിവെക്കുന്നത് എന്നുള്ളൊരു കോൺസെപ്റ്റ് ശരിയല്ല. പറഞ്ഞു മനസ്സിലായ. ഇപ്പൊ ഒരാളൊരു സിനിമ, ഒന്നാമത്തെ സിനിമ തന്നെ ആൾക്കാർക്ക് ഇല്ല. ഇപ്പൊ ഓരോ ആൾക്കാരും ഒരു 10 സിനിമ റിലീസായാലും 10 സിനിമയിലും പുതിയ ആക്ടേഴ്സ് അഭിനയിച്ചെന്ന് നോക്കി, ആ എല്ലാ ആൾക്കാരും ഈ സംഘടനയിൽ വന്നു കഴിഞ്ഞാൽ ഈ എല്ലാവർക്കും ഭാവിയിൽ ഉള്ള സിനിമയ്ക്കുള്ള സ്കോപ്പ് മലയാള ഇൻഡസ്ട്രിയിൽ ഇല്ല. പറഞ്ഞു മനസ്സിലാ. ഇങ്ങനെ കുറെ പേര് ഈ
വന്ന് പെരുകി എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റില്ല. ഉള്ളതിൽ ടോപ്പായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത്രയ്ക്കും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൽ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ ഈ അമ്മ സംഘടനയിൽ ഇപ്പൊ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന ചില ആൾക്കാർ ഇവരൊക്കെ ഏതാണ്ട് കാലത്ത് ഏതാണ്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളൂ. പറഞ്ഞ മനസ്സിലായി. ഇങ്ങനെ എല്ലാവർക്കും നിരന്തരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല സിനിമ എന്ന് പറയുന്നത്. ഇവര് ചെയ്യണമെന്ന് വെച്ചാൽ വല്ല ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ വേറെ വല്ല മോൺ ആക്ട് ഒക്കെ ചെയ്ത്, അല്ലെങ്കിൽ മലയാള സിനിമയിലൊക്കെ ഒരാൾക്ക് ഞാൻ നോക്കി ചില ആൾക്കാരെ അഭിനയിപ്പിക്കുന്നത് അവർ ഓൾറെഡി ഈ സംഘടനയിൽ ഉള്ളത് കൊണ്ടും അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള പേരിൽ മാത്രം, അല്ലാണ്ട് ഒരു കഴിവില്ല അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും. അതിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ, ടാലന്റഡ് ആൾക്കാർ ഔട്ട്സൈഡ് ദ ഇൻഡസ്ട്രി ഉണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായി. അപ്പൊ ഇതൊരു തൊഴിലായിട്ട് എടുക്കണേക്കാൾ നല്ലത് ഇപ്പോ VD സതീശന് ഇതിനിപ്പോ ഒരു വ്യവസായമായിട്ട് പ്രഖ്യാപിച്ചിരുന്നതുകൊണ്ട് ഈ സിനിമ ഇൻഡസ്ട്രീനെ, അതിനൊക്കെ നല്ലത് ഇതൊരു ആർട്ടായിട്ട് കൊണ്ടുനടന്നതിന് എത്രയും നല്ലതായിരിക്കും. ഓഫ് കോഴ്സ് ഇതിൽ ബിസിനസ് വേണം, കാരണം അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് അല്ലെങ്കിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വരില്ല. പക്ഷെ ഒരു പരിധി വരെ ഇതിൽ ആർട്ട് എന്നുള്ള രീതി അല്ലെങ്കിൽ ടാലന്റ് എന്നുള്ള രീതി കൊണ്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങൾ, ഈ തേർഡ് റേറ്റ് പ്രശ്നങ്ങൾ ഒഴിവാകും.